എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അത് ആരായാലും ഞാൻ പറയും. ഇനി സർക്കാർ എന്നെ തൂക്കിക്കൊന്നാലും ഞാൻ പറയും. നിങ്ങളൊന്ന് മെല്ലെ പറയും. 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുമെന്ന് ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. എല്ലാത്തിനും വിലയാ. ഒരു ബ്രേസറിന് പോലും ഇപ്പൊ കൊടുക്കണം 100 രൂപ. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തുന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. ഞാൻ നോക്കിയിട്ട് തീ അല്ലാത്ത എല്ലാം ഞങ്ങൾ കാശ് കൊടുത്താ മേടിക്കുന്നത്. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. വെള്ളം വരുന്നതിനെക്കാട്ടി മുമ്പേ ബില്ല് വന്നു ഞങ്ങൾക്കല്ല. ദൈവത്തിനാണോ ഉള്ളത്? വെള്ളം വരുന്നതിനെക്കാട്ടി മുമ്പേ ബില്ല് വന്നു. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അവര് വെള്ളം എരിനിർത്തലാക്കി, പഞ്ചസാര നിർത്തലാക്കി, മണ്ണെണ്ണ നിർത്തലാക്കി. ഇതൊക്കെ ഒന്ന് കിട്ടുമായിരുന്നു വലിയ ഉപകാരമൊന്നും. 6 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗോതമ്പ് പൊടി ഇപ്പൊ 1 കിലോയ്ക്ക് റേഷൻ കട 10 രൂപ വെച്ചാക്കി. പിന്നെന്തോ ഈ സർക്കാർ സൗജന്യം തരുന്ന ഒന്നും തരുന്നില്ല. അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു പോകും. ഞങ്ങൾ നേരം വെളുത്ത് കഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ഒരു 5 അംഗമുള്ള വീട്ടില് ഓരോ കിലോ അരി വീതം 5 കിലോ അരിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു മാസം ആ കുടുംബം എങ്ങനെ പോകും? 5 വർഷം എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അവസാന 6 മാസം നമ്മളെ നോക്കിയൊന്ന് ചിരിച്ചാൽ നമ്മളെല്ലാം മറക്കും. നമ്മുടെ ഈ മറവിയാണ് ഈ നാടിന്റെ ശാപം. സർക്കാരിന്റെ കാര്യം ഒന്നും പറയണ്ട, അത് മുറയ്ക്ക് അങ്ങ് നടന്നു പോകട്ടെ, അതേ നടക്കത്തുള്ളൂ. വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച ജനപ്രതിനിധികളെ ജനങ്ങൾ പിടിച്ചു നിർത്തിയാലേ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാകും. ഞാൻ പോകുന്നു. ബൈ.